ഈ വാക്കുകളെല്ലാം കേട്ടിട്ട് എന്ത് നിങ്ങളോട് പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ മറക്കുന്നതിന് മുമ്പ് പ്രായം 81 അതുകൊണ്ട് മറവി രോഗമുണ്ട്. അതിന് മറക്കുന്നതിന് മുമ്പ് മിനി എന്നോടൊരു കാര്യം പറഞ്ഞു. നമ്മുടെ രക്ഷാപ്രവർത്തകരായ യുനാഫ്, സിൻസിൽ, ഷമീർ, റിയാസ് എന്നിവർക്ക് ഈ ഫെലോഷിപ്പിൻ്റെ പേരിൽ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ദുരന്തത്തിൻ്റെ ആഘാതം നമ്മളെ മാനസികമായി ഈ സ്ഥലത്തില്ലായിരുന്നവരെ പോലും വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണുവാണ്. ഒരു ചെറിയ കഥ ഞാൻ നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എന്നോട് ഷട്ടപ്പ് പറഞ്ഞാക്കണം. ഒരു കുട്ടി 9 വയസ്സ്. ഞങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നു, ആ കുട്ടിയെ കൽപ്പറ്റായ്ക്ക് അടുത്താണ്, പോയി ഒന്ന് കാണാമെന്ന്. 9 വയസ്സ്. അവിടെ ചെന്നപ്പോൾ കാലിൽ ഏതോ മുറിവ് പറ്റി, ഡോക്ടർക്ക് അറിയാമല്ലോ, അതുകൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വിളിച്ചടുത്തിരുത്തി ചോദിച്ചു, എന്തു പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. വളരെ ശക്തിയോടുകൂടി പറയാമല്ലോ. രാത്രി 12:30 മണിക്ക് ഈ വെള്ളപ്പാച്ചിൻ്റെ ഗഷിങ് വാട്ടർ ഇത് വന്ന് പാറക്കെട്ടുകൾ തമ്മിൽ കൂട്ടിയൊരയുന്ന ഉച്ച കേട്ട് ഉണർന്ന കുട്ടി. ആ തള്ളലിൽ ആ കുട്ടിക്ക് അതിഭയങ്കര വേദനയുണ്ടായി. അതിൻ്റെ മാതാപിതാക്കൾ രണ്ടും അതിൽ മരിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് ഇനിയും കൂടുതൽ പറയാൻ വിഷമല്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് നിർത്തി. ആ ഒരു സീൻ, ആ ഒരു കാഴ്ച, അത് മാത്രം മതി നമ്മുടെ ഹൃദയത്തെ ബ്രേക്ക് ചെയ്യാൻ. ഞാനത് പോസ്റ്റ് ചെയ്തു. എന്താ, ആ കുട്ടിക്ക് അറിയത്തില്ല അതിൻ്റെ മാതാവും പിതാവും മരിച്ചു പോയെന്ന്. ആ ഒരു ന്യൂസ് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? കുട്ടി ചോദിക്കും, എൻ്റെ അമ്മ എന്തി? ഓ, അമ്മ മരിച്ചുപോയി. അത് നമ്മൾ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അതുപോലെ സാമൂഹ്യ സേവകർക്കും, ഈ ബാഡ് ന്യൂസ് ബ്രേക്കേഴ്സ്, നമ്മൾ പോയി അഴുക്ക് ന്യൂസ് കൊടുക്കുന്നത് നമ്മളെ തന്നെ അത് വല്ലാതെ ബാധിക്കും. ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ മാനസികമായും ശാരീരികമായും അത് ബാധിക്കും. നമ്മൾ വിചാരിക്കും മാനസികമായിട്ടുള്ളത് വളരെ കുറവാണ്, ശാരീരികമായിട്ടുള്ളതാണ് കൂടുതലെന്ന്. ഞങ്ങൾ സാധാരണ മെഡിക്കൽ സ്റ്റുഡൻസിനോട് ചോദിക്കും, എത്ര ശതമാനം ആളുകൾക്ക് ശാരീരിക അസുഖങ്ങളുണ്ട്? അത് 100%. എത്ര പേർക്ക് മാനസികമായ പ്രയാസങ്ങളുണ്ട്? അതുപോലെ 10 വല്ലതും ആയിരിക്കും. അത് തെറ്റാ. 100% ആളുകൾക്കും ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നമുക്ക് മാനസികമായ വിഭ്രാന്തികളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള വിഭ്രാന്തി, ഈ ദുരന്തത്തിൻ്റെ ആഘാതം എന്തുമാത്രം മാനസികമായി ബാധിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അവർ പറയുന്നു, ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരില്ല. ഈ കാഴ്ചകൾ മനസ്സിൽ കൂടെ കിടന്നിങ്ങനെ സൈക്കിൾ ചെയ്യും. അവസാനം ഉറങ്ങുമ്പം 2 മണി 3 മണിയൊക്കെ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും. നമ്മളെ തന്നെ അവരുടെ ഷൂസിൽ ഇട്ടിട്ട് 1 മൈലോളം നമ്മൾ നടക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇതെന്താണ്.
ഉറക്കമില്ലായ്മ, സ്വപ്നങ്ങൾ, പെട്ടെന്ന് ഞെട്ടി ഉണരുക, വിശപ്പില്ല, എപ്പോഴും കരച്ചിൽ, പിന്നെ നിരാശ. ആ നിരാശ നമ്മൾ ഹെൽപ്ലെസ് ആണെന്ന് തോന്നും. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? വിധിയെ പഴിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഇന്ന് നോക്ക്, എത്രയോ യുദ്ധങ്ങൾ നടക്കുന്നു. അതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറലായിട്ട് അങ്ങനെയുള്ള ഡിസാസ്റ്ററിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അതിനാണ് കമ്പാഷനേറ്റ് കെയർ. ആ വാക്കുകൾ നമ്മളിപ്പോൾ കൂടുതൽ കാണുന്നുണ്ട് കേരളത്തിൽ പോലും. സാക്രിഫൈസ്, ഡെഡിക്കേഷൻ, കമ്പാഷൻ, കമ്പാഷനേറ്റ് കെയർ, എമ്പതി, ഇതെല്ലാം നമ്മളിപ്പോൾ വളരെയധികം കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ക്ലിനിക്കിൽ വന്ന് ഈ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യം മനസ്സിൽ വിചാരിക്കാനുണ്ട്. ഒന്ന്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതായത് ആഘാതം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തത്തിൻ്റെ ഭവിഷ്യത്തിനാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഹിരോഷിമ, നാഗസാക്കി, ജപ്പാനിൽ, വിയറ്റ്നാം വാർ, എത്രയോ വർഷങ്ങൾ നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. അവരുടെ ബന്ധുക്കളും ബന്ധുമിത്രാദികൾക്കും എന്താ അവരുടെ അവസ്ഥ? ഇത് പുതുതായിട്ട് ഉള്ള ഒരു സംഭവമല്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തത്. വളരെ ചുരുക്കത്തിൽ പറയാം. ഒന്ന്, ചില കേസുകളിൽ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. മരുന്നുകൾ വിഷാദരോഗത്തിൻ്റെ മരുന്ന് ഒരു പക്ഷേ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉത്കണ്ഠ അല്ലെ ആൻസൈറ്റി, അതിനുള്ള മരുന്നുകളും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കേണ്ടി വരും. അത്യാവശ്യത്തിന് മാത്രം. അതുപയോഗിച്ചില്ലെങ്കിലത്തെ ഒരു കുഴപ്പം, പലരും ആൽക്കഹോളും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന ഒരവസ്ഥ വരും. പിന്നെ ഉള്ളത് കൗൺസിലിംഗ് ആണ്. കൂടുതലും സൈക്കോളജിസ്റ്റ്. ഇവിടെ ഞങ്ങൾ വളരെ ഒത്തുതീർപ്പിൽ, വളരെ കോപ്പറേറ്റീവായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഈ കാലത്ത്. സാധാരണ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും തമ്മിൽ അത്ര ചേർച്ചയില്ല. എന്നാൽ അതല്ല ഇന്നിവിടെ കാണുന്നു. പിന്നെയുള്ളത്, ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എങ്ങനെയെങ്കിലും ശ്രമിച്ച് അത് അംഗീകരിക്കാൻ ശ്രമിക്കണം. ഞാനെപ്പോഴും മഹാത്മാഗാന്ധിയുടെ ഫിലോസഫിയോട് നമ്മൾ ഒത്തുചേരണം. നമുക്ക് നഷ്ടപ്പെട്ടവരുടെ കാര്യം വരുമ്പോൾ ഗാന്ധി പറഞ്ഞ ഒരു വാക്ക് ഇന്നും വളരെ പ്രസക്തമാണ്. സൈക്കാട്രി മാത്രമല്ല, എല്ലായിടത്തും. ഗാന്ധിയുടെ ഏറ്റവും വലിയ സുഹൃത്തായ സായിപ്പ് പുള്ളിയുടെ കൂടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യക്ക് വന്നു. CF ആൻഡ്രൂസ് എന്ന സായിപ്പാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ട്രാൻസ്ഫർ കിട്ടി ഓസ്ട്രേലിയയ്ക്ക് പോകാൻ. ആ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഓസ്ട്രേലിയയ്ക്കൊന്നും പോകുന്നില്ല, എനിക്കിവിടെ നിന്ന് ഗാന്ധിയുടെ കൂടെ സമരത്തിൽ ബന്ധപ്പെടണം, അങ്ങനെ എൻ്റെ ജീവിതം നശിക്കട്ടെ. അപ്പോൾ ഗാന്ധിയുടെ അടുത്ത് ഓടിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഗാന്ധി പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, താൻ പോകണം, താൻ ഓസ്ട്രേലിയയ്ക്ക് പോകണം, അവിടെ പോയി അവർ പറയുന്ന ജോലി ചെയ്യണം. ഇങ്ങേർക്ക് വളരെ സങ്കടം തോന്നും. ഗാന്ധി പോലും ഇങ്ങനെ പറഞ്ഞല്ലോ. സായിപ്പ് ദേഷ്യപ്പെട്ടു. പക്ഷെ ഗാന്ധി പുള്ളിയുടെ തോളത്ത് പോയി കൈയിട്ടിട്ട് പറഞ്ഞു, ആ സായിപ്പ് ഗുഡ് ബൈ പറഞ്ഞു ഗാന്ധിയോട്. ഗാന്ധി പറഞ്ഞു, there are no goodbyes. The fond memories of you
will always stay in my hearts. അതായത് ഗുഡ് ബൈ ഇല്ല. നമ്മളെ വിട്ടു പിരിഞ്ഞു പോയവരോട് നമ്മൾ ഗുഡ് ബൈ പറയരുത്. എല്ലാ സമൂഹത്തിലും പറയും ദിസ് ഈസ് ദ ടൈം ഫോർ ടു സേ ഗുഡ് ബൈ. പക്ഷെ അത് പറയണ്ട. അവരെ പറ്റിയുള്ള നല്ല ഓർമ്മകളും നല്ല വിചാരങ്ങളും എന്നും എന്നും നമ്മുടെ ഈ മനസ്സിലുണ്ടാകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മളെ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്, വെൻ ഐ ഡൈ, ഞാൻ മരിക്കുമ്പോൾ യു വിൽ ഹാവ് ടീയേഴ്സ് ഇൻ യുവർ ഐ. കണ്ണുനീരോടെ നമ്മൾ പോയി ശവസംസ്കാര ശുശ്രൂഷയിലെല്ലാം പങ്കെടുക്കും. പക്ഷേ ഞാനതൊന്നും കാണുന്നില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എന്നെപ്പറ്റി കരയാനാണ് ആവശ്യം. ഇപ്പോൾ നിങ്ങൾ പോയി നിങ്ങളുടെ നെയ്ബറോട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാമല്ലോ. അത് ദുരന്തം വരുന്ന സമയത്ത് മാത്രമല്ല, എല്ലാ സമയത്തും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് ടു ലേറ്റ്. ഇന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു ഡോക്ടർമാരും മറ്റും അവരുടെ ആരോ പറഞ്ഞ പോലെ അവരുടെ സമയം ക്ലിനിക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിന് പകരം അവരുടെ സേവനങ്ങൾ അവരെ ഈ സമുദായത്തിനും അല്ല രാജ്യത്തിനും സമർപ്പിക്കുകയാണ്. ഞാനധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എൻ്റെ ഒരു ഭാഗ്യമായി ഞാനിതിനെ കരുതുന്നു. നിങ്ങളെല്ലാം കാണാനും നിങ്ങളോട് ഇടപഴകാനും നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്യുക, അതിൻ്റെ പരമാവധി ചെയ്യുക. മറ്റും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി പറഞ്ഞ പോലെ, ഡോണ്ട് ആസ്ക് വാട്ട് ദ ഗവൺമെൻറ് ക്യാൻ ഡു ഫോർ യു. ഗവൺമെൻറ് എന്ത് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണ്ട. നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കേണ്ടത്. അതാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. സോ ഡോണ്ട് ആസ്ക് വാട്ട് ദ ഗവൺമെൻറ് ക്യാൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ ദ ഗവൺമെൻറ്. പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി.